വയനാട് കമ്പളക്കാട് കരണി എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പ് അലീക്ക എന്ന വ്യക്തിക്ക് ഞാൻ നിർമ്മിച്ചു നൽകിയ ഒരു ഇൻക്യുബേറ്ററാണിത്. 2000 കാടമുട്ടയാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. പിന്നീട് അദ്ദേഹം വലിയൊരു ഇൻക്യുബേറ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിർമ്മിച്ചു നൽകിയ ഇൻക്യുബേറ്ററിൻ്റെ തംബ്നെയിലാണ് നിങ്ങൾ കാണുന്നത്. ഈ തംബ്നെയിൽ നമ്മളെ ചാനലിൽ കിടപ്പുണ്ട്, ഒന്ന് ജസ്റ്റ് കണ്ടാൽ കാര്യങ്ങൾ മനസ്സിലാവും. 10608 കാടമുട്ട അല്ലെങ്കിൽ 4224 കോഴിമുട്ട വെക്കാൻ പറ്റുന്ന വലിയൊരു ഇൻക്യുബേറ്റർ അലീക്കാക്ക് ഞാൻ നിർമ്മിച്ചു നൽകുകയും പിന്നീട് കരണിയിൽ തന്നെയുള്ള ജെറിൻ അച്ചായൻ അലീക്കായിൽ നിന്നും ഈ ഇൻക്യുബേറ്റർ വാങ്ങി അദ്ദേഹം 2 വർഷം ഉപയോഗിച്ചു. അതുപോലെ അലീക്കായും ഈ ഇൻക്യുബേറ്റർ 2 വർഷത്തോളം ഉപയോഗിച്ചു. അതിനിടയിൽ ഞാൻ എൻ്റെ വീട്ടിലൊരു ഹാച്ചറി യൂണിറ്റിന് വേണ്ടി നിർമ്മിച്ച ഒരു ഇൻക്യുബേറ്ററാണ് നിങ്ങൾ കാണുന്നത്. ട്രേ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ഹാച്ചറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മിഷനാണിത്. 2100 സംതിങ് കോഴിമുട്ട അല്ലെങ്കിൽ 5300 സംതിങ് കാടമുട്ട വെക്കാൻ പറ്റുന്ന PVC ഷീറ്റിൽ ചെയ്തെടുത്ത ഒരു ഇൻക്യുബേറ്ററാണ്. ഫുള്ളി ഓട്ടോമാറ്റിക് സംഭവമാണിത്. അത്യാവശ്യം നല്ല വെയിറ്റും ഹെവി സാധനങ്ങളും ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു ഇൻക്യുബേറ്ററാണ്. ഇത് അച്ചായൻ എന്നെ ബന്ധപ്പെട്ട് ഈ ഇൻക്യുബേറ്റർ ഇപ്പോൾ ഞാൻ അച്ചായന് കൊടുത്തിട്ടുണ്ട്. അച്ചായന് കൊടുത്തപ്പം സ്വാഭാവികമായിട്ടും അവരെടുത്തുള്ള ഈ മിഷൻ അവിടെ ഫ്രീ ആയി നിൽക്കുന്ന അവസ്ഥ വന്നു. ഞാൻ ഈ മിഷൻ തിരിച്ച് എനിക്കെടുത്തു. കാരണം എനിക്ക് ഹാച്ചറി യൂണിറ്റിന് ചെറിയൊരു മിഷൻ മതി. അതുമല്ല ഇത് അച്ചായൻ്റെ അടുത്ത് ഫ്രീ ആയിട്ട് കിടക്കണ്ട, പിന്നെ നമ്മൾ ചെയ്തു കൊടുത്തതായതുകൊണ്ട് നമുക്ക് എന്തുണ്ട്, ഒരു വിശ്വാസമുണ്ട്. എൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് എന്നിൽ നിന്നും ആദ്യം ഇൻക്യുബേറ്റർ വാങ്ങിച്ചവരോ അല്ലെങ്കിൽ അവരുടെ പരിചയക്കാരോ ആയ ആളുകളാണ്. അതിൻ്റെ കാരണം എൻ്റെ ഇൻക്യുബേറ്ററിന് കൃത്യമായ റിസൾട്ട് ഉണ്ട് എന്നുള്ളതാണ്. പിന്നീട് ഇൻക്യുബേറ്റർ വാങ്ങിക്കഴിഞ്ഞ് പിന്നീട് ഫോൺ എടുക്കാതിരിക്കുന്ന പ്രശ്നങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. അതാണ് നമ്മളൊരു ശൈലി. പിന്നെ ഈ ഇൻക്യുബേറ്ററിൽ ഇപ്പം യൂസ് ചെയ്തിട്ടുള്ളത് മെറ്റലിൻ്റെ ഹീറ്ററാണ്. അന്നത്തെ സാഹചര്യത്തിൽ കിട്ടാവുന്ന ഹീറ്ററുകളാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം നമ്മൾ മാറ്റിയിട്ട് ഗ്ലാസ് ഹീറ്റർ ആക്കിയിട്ട് ഈ ഇൻക്യുബേറ്ററും സെറ്റാക്കി എടുക്കും. എന്നിട്ട് നമുക്ക് ഹാച്ചറി യൂണിറ്റിലേക്ക് ഇതെടുക്കുന്നതാണ്. ഇതിൽ വരുന്നത് 5 തട്ടുകളാണ്. 5 തട്ടിൽ സാധാരണ 4 ട്രേ വെച്ചിട്ട്, ഒരു തട്ടിൽ 4 ട്രേ വെച്ചിട്ടാണ് 2000ഓളം മുട്ടകൾ ഇതിൽ പോകുന്നത്. പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിച്ച രീതി എന്ന് പറയുന്നത്, നിങ്ങൾ ഈ കാണുന്നത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റാണ്. അതിന്റെ സെന്ററിൽ ഒരു ഫോം വരുന്നുണ്ട്, പുറത്ത് വരുന്നത് ഹൈലൻഡ് ഷീറ്റുമാണ്. ഹൈലൻഡ് ഷീറ്റിന്റെ മേലെ വരുന്ന പ്ലാസ്റ്റിക്കിന്റെ കോട്ടിങ്, ആ കവറിങ് ഉണ്ടല്ലോ, അതൊന്നും ഞാൻ പൊളിച്ചു കളഞ്ഞിട്ടില്ല. ഈ മെഷീനിൽ നിലവിൽ ഇതിന്റെ ട്രേ വെക്കുന്ന ഫ്രെയിം ഫിക്സഡ് ആണ്. അത് നമ്മൾ വലിയ മെഷീനെ പോലെ തന്നെ ട്രേ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഹാച്ചറാകുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കും. 4 വർഷത്തിനിടെ ഈ മെഷീൻ ആകെ വന്ന കംപ്ലൈന്റ് ഇതിന്റെ മോട്ടറിന്റെ ഒരു കപ്പാസിറ്റർ പോയി എന്നുള്ളത് മാത്രമാണ്. കരണിയിലുള്ള അച്ചായന്റെ ഫാമിനെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ നമ്മൾ ചെയ്യും ഇൻഷാ അല്ലാഹ്. മറ്റൊരു വീഡിയോയിൽ